ബ്ലൂം ടെയിൽസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനലിൻ്റെ പേര് അണ്ണാസ് ഗാർഡൻ എന്നായിരുന്നു കേട്ടോ. ചില ടെക്നിക്കൽ പ്രോബ്ലം കാരണം ചാനലിൻ്റെ പേര് ബ്ലൂം ടെയിൽസ് ഗാർഡൻ എന്ന് മാറ്റിയിട്ടുണ്ട്. ഇനിയുള്ള ഞങ്ങളുടെ എല്ലാ വീഡിയോകളും ബ്ലൂ ടെയിൽസ് ഗാർഡൻ എന്ന പേരിലായിരിക്കും വരുന്നത്. എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയിൽ 3 വ്യത്യസ്ത പ്ലാന്റുകളാണ് കാണിക്കുന്നത് കേട്ടോ. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള റെക്സ് ബിഗോണിയയുടെ പ്ലാന്റുകളാണിത്. 20 വെറൈറ്റി ബിഗോണികളുടെ ഹെൽത്തിയും വെൽ റൂട്ടഡും ആയിട്ടുള്ള പ്ലാന്റുകൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ചെടികളാണ് കേട്ടോ ഈ റെക്സ് ബിഗോണിയ. എൻ്റെ ഇലയുടെ പ്രത്യേകത കണ്ടോ, ഓരോ ഇലയ്ക്ക് അതിൻ്റെ നിറത്തിലും ആകൃതിയിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. നല്ല ഭംഗിയാണ് അതിൻ്റെ ഇല കാണാൻ. എല്ലാ ചെടിയിലും തന്നെ നല്ല ഗ്ലൈസിങ് ഉള്ള ഇലകളാണ് കേട്ടോ ഉള്ളത്. ഇതിൻ്റെ പോട്ടിലുള്ള ഈ പ്ലാന്റിന്, ഈ കാണിക്കുന്ന ഈ പ്ലാന്റിന് 75 രൂപയാണ് വില വരുന്നത്. ഈ ചെടി നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെക്കാൻ പാടില്ല കേട്ടോ. ഇവിടെ ഇലകൾ കരിഞ്ഞു പോകും. ഒരു ചെറിയ ടിപ്പ് കൂടി പറഞ്ഞു തരാം കേട്ടോ. ഈ ബിഗോണിയുടെ പ്ലാന്റ്സുകൾ നടുമ്പോൾ 1 കൊട്ട മണ്ണിന് 1/2 കൊട്ട കൊക്കോപിറ്റും 1/4 കൊട്ട ചാണകപ്പൊടിയും ചേർത്ത മിശ്രിതത്തിൽ നടുകയാണെങ്കിൽ പ്ലാന്റ്സുകൾ നല്ല ഹെൽത്തിയായി വളരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ 20 വെറൈറ്റി ബിഗോണികൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാന്റാണ് ആവശ്യമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് നമ്പറിലേക്ക് മെസ്സേജ് തന്നാൽ മതിയാവും. നിങ്ങൾ ആ പ്ലാന്റുകൾ ഞങ്ങൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. ഈ വീഡിയോയിൽ കാണുന്ന ബിഗോണിയുടെ ജെഫിയിലുള്ള പ്ലാന്റിന് കോംബോ ഓഫറിൽ 10 വ്യത്യസ്ത ജെഫി പ്ലാന്റുകൾ 450 രൂപയ്ക്കാണ് ഞങ്ങൾ നൽകുന്നത്. ഇതിൻ്റെ എല്ലാ പ്ലാന്റ്സിനും വ്യത്യാസമുണ്ട് കേട്ടോ. ചില പ്ലാന്റ്സിന് 3-4 ഇലകൾ വന്നിട്ടുണ്ട്, ചിലതിന് 1 ഇല മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഈ ഓരോ പ്ലാന്റ്സിൻ്റെ വെറൈറ്റിക്കുള്ള പ്രത്യേകതയാണ്. ഈ ജെഫി പ്ലാന്റിൽ 2 ഇലയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അടുത്ത പ്ലാന്റ് നോക്കിയാൽ ഇതിൽ 4 ഇലകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ വെറൈറ്റിയിലും വ്യത്യാസമായിട്ടാണ്. ഇതിന് 1 ഇലയേ ഉള്ളൂ. അപ്പോൾ ഓരോ ഇതിൻ്റെയും ഇനത്തിന് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഫിറ്റുണിയ എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ ലീഫിന് നല്ല ഭംഗിയായിരിക്കും. ഈ പ്ലാന്റിനെ നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ നടാൻ പറ്റും, വെർട്ടിക്കലായിട്ടോ നടാൻ കഴിയുന്നതാണ്. ഈ പ്ലാന്റിന് അധികം വാട്ടറിങ് ആവശ്യമില്ല കേട്ടോ. ഇത് നടേണ്ടത് സെമി ഷെയ്ഡിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 9 കളറിലുള്ള ഹെൽത്തിയും വെൽ റൂട്ടഡും ആയിട്ടുള്ള പ്ലാന്റ്സുകൾ, ജെഫി പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ്. ഇതാണ് ആ 9 തരം പ്ലാന്റ്സ് കേട്ടോ. ഇത് കണ്ടാൽ ഇതിൻ്റെ ഇല കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരേപോലെ ഉണ്ടെങ്കിലും 9ഉം വ്യത്യാസമുണ്ട്. ഇത് നേരിട്ട് നമ്മൾ കാണുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ഈ പ്ലാന്റിൻ്റെ പേരാണ് ക്രിപ്റ്റാന്തസ്. ഇതിൻ്റെ ഇലയുടെ പ്രത്യേകത കണ്ടോ, പൈനാപ്പിളിൻ്റെ ലീഫ് പോലെയുള്ള പ്ലാന്റാണിത്. ഈ ലീഫിൻ്റെ ഭംഗിയാണ് ഈ ചെടിയെ മനോഹരമാക്കുന്നത്. നമ്മളുടെ കയ്യിൽ ഈ 3 ഇപ്പോൾ കാണിക്കുന്ന ഈ 3 കളറിലുള്ള ക്രിപ്റ്റാന്തസിൻ്റെ ജെഫി പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ്. നല്ല ഹെൽത്തിയുമാണ്. അതിൻ്റെ റൂട്ടൊക്കെ നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ. ഈ ക്രിപ്റ്റാന്തസിനും നമുക്ക് അധികം വെള്ളം ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ്. ഈ പ്ലാന്റ് ക്രിസ്മസ് കാറ്റസ് ആണ് കേട്ടോ. ഇതിന് നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലൊക്കെയാണ് ഈ പ്ലാന്റ് പൂക്കുന്നത്. ഇപ്പോൾ അത് പൂക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഇതിന് തോന്നുന്നു ഇതിന് ക്രിസ്മസ് കാറ്റസ് എന്ന പേര് വന്നത്. ഇതിൽ കണ്ടോ ആ റോസ് പൂവ് കണ്ടോ, ഇത് നല്ല രസമാണ് ഇതിൻ്റെ പൂവ് കാണാൻ. അപ്പോൾ ഈ പ്ലാന്റിനെ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വെർട്ടിക്കലായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയും കേട്ടോ. സെമി ഷെയ്ഡിലാണ് ഈ പ്ലാന്റും വെക്കേണ്ടത്. ഇതിനാണെങ്കിലും വാട്ടറിങ് അധികം ആവശ്യമില്ല, കുറച്ച് മതി. ഈ പ്ലാന്റ് നന്നായി വളരുന്നതിനോ അതിൻ്റെ വേരോട്ടം കിട്ടുന്നതിനൊക്കെ കൊക്കോപിറ്റിൽ നടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിൻ്റെ പിങ്കും വൈറ്റ്, റെഡ് എന്നീ 3 കളറിലുള്ള പ്ലാന്റുകൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ജെഫി പ്ലാന്റ്സ് കേട്ടോ. ഇതിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണിത്. ഇതിൽ ഫ്ലവറിൻ്റെ കണ്ടോ, ഇത് വൈറ്റ് ഫ്ലവറാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിനുണ്ടാവുക. ഇതാണ് അതിൻ്റെ പോട്ടിലുള്ള ആ പ്ലാന്റ്. ഇതിൻ്റെ റെഡും വൈറ്റും പിങ്കും കളറ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിലും മൊട്ടൊക്കെ വന്നിട്ട് ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ.
ഈ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.